യേശു എവിടെയെങ്കിലും കൊണ്ടുപോയി ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനുള്ളൊരു പിക്ചറല്ല, ഏതെങ്കിലും ഒരു കലണ്ടറിൽ ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് വെക്കാനുള്ളതല്ല യേശു. എവിടെയെങ്കിലും യേശുവിൻ്റെ രൂപം കൊത്തിവെക്കാനുള്ളതല്ല. ജീവിതത്തിൻ്റെ ആത്മീയ അടിസ്ഥാനമായിരിക്കണം. അവനിലാണ് നമ്മൾ ജീവിക്കുന്നത്, അവനിലാണ് എൻ്റെ ജീവിതം കെട്ടിപ്പടുക്കുന്നത്. ഈ ഉൾബോധ്യം നമുക്ക് വേണം. അത് സീരിയസ് ആയിട്ട് നമ്മൾ ചെയ്യണം. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. വീണ്ടും എല്ലാ പ്രേക്ഷകരെയും ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ടീച്ചിങ് സീരീസിൻ്റെ നെക്സ്റ്റ് ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ടീച്ചിങ് സീരീസ് ഒത്തിരി പേർക്കൊരു അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ കേട്ടു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. കർത്താവ് കൂടുതൽ അനുഗ്രഹമാക്കി ഈ ഓരോ എപ്പിസോഡുകളുമാക്കി തീർക്കട്ടെ. ആമേൻ. നമ്മൾ വീണ്ടും ഇന്നത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോടു കൂടി നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഈ ദിവസങ്ങളിലൂടെ ചെയ്യുന്നു എന്ന് നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം. ഇന്ന് നമുക്ക് ഒരു സ്പോൺസർ ഉള്ളത് കണ്ണൂരിൽ നിന്ന് ഷിൽന എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. നമുക്ക് ഷിൽനയ്ക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നടക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് നല്ല രീതിയിൽ പാസ്സാകാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടിയുള്ള പ്രത്യേക കൃപ അങ്ങ് ഷിൽനക്ക് കൊടുക്കണമേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിൽ നിന്ന് ഇക്വലൻസ് ചെയ്ത് ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് അതിലൊരു അത്ഭുതം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ അബുദാബിയിലെ ആ സ്കൂളിലെ ജോലി പെർമനൻ്റ് ആകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജോലിയുടെ മേഖലയിൽ, വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ, സകല ഏരിയാസിലും കർത്താവ് വലിയ അനുഗ്രഹം സിസ്റ്റർ കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ബ്ലെസ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ, അമേൻ, അമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിലെ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. കർത്താവ് നമ്മളെല്ലാവരെയും ഇതിനുവേണ്ടി ഉപയോഗിക്കട്ടെ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് പാർട്ട്നേഴ്സ് ഇൻ ടുഡേയ്സ് എപ്പിസോഡ്. നമ്മൾ ഒരുമിച്ച് വചന സന്ദേശത്തിലേക്കും ആരാധനയിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഒരു ഒരുങ്ങിയ ഹൃദയത്തോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു ചേരാം. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. വെൽക്കം ബാക്ക്. ഇന്ന് ജൂൺ 2 ട്യൂസ്ഡേ. ഇന്നത്തെ ഫോക്കസ് വേർഡ് ഫേം ഫൗണ്ടേഷൻ. നിങ്ങളുടെ ഡിവോഷൻ ഡയറിയിൽ ജൂൺ 2 പേജ് എടുക്കുക. അവിടെ കാണാം ഫേം ഫൗണ്ടേഷൻ. ഉറച്ച അടിസ്ഥാനം, സുസ്ഥിരമായ അടിസ്ഥാനം. എല്ലാവരും ആദ്യമേ തന്നെ കമൻറ്റ് സെക്ഷനിൽ അത് ടൈപ്പ് ചെയ്യുക, ഫേം ഫൗണ്ടേഷൻ. അതാണ് നിങ്ങളുടെ അറ്റൻഡൻസ് മാർക്ക്. ഓക്കെ, ഇനി അതിൻ്റെ താഴെ തന്നെ ഇന്നത്തെ ഫോക്കസ് വേഴ്സ് കാണാം. 1 Corinthians 3:11. 1 Corinthians 3:11. For no one can lay any foundation other than the one already laid, which is Jesus Christ. ഇട്ടിരിക്കുന്ന അടിസ്ഥാനം അല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും സാധ്യമല്ല. അത് യേശു ക്രിസ്തു ആകുന്നു. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും സാധ്യമല്ല. അതാണ് ഇന്നത്തെ ഫോക്കസ് വേഴ്സ്. ഡെക്ലറേഷൻ നോക്കുക. ജീസസ് ഈസ് മൈ ഷ്യൂർ ഫൗണ്ടേഷൻ. യേശുവാണ് എൻ്റെ സുസ്ഥിരമായ അടിസ്ഥാനം. മൈ ലൈഫ് ആൻഡ് മിനിസ്ട്രി സ്റ്റാൻഡ് സ്ട്രോങ് ഓൺ ഹിസ് വേർഡ്. എൻ്റെ ജീവിതവും ശുശ്രൂഷയും അവൻ്റെ വചനത്തിൽ ശക്തമായി നിലനിൽക്കുന്നു അല്ലെങ്കിൽ നിലകൊള്ളുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ ഇന്നത്തേത് ആ പേജിൽ നോക്കി വായിച്ച് ടിക്ക് ചെയ്യണേ. ഫേം ഫൗണ്ടേഷനിലേക്ക് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. അതിനെക്കുറിച്ച് 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാം. നമ്പർ 1, ഫൗണ്ടേഷൻസ് ഡിറ്റർമിൻ ദി സ്ട്രെങ്ത് ഓഫ് ദ ഫ്യൂച്ചർ. ഭാവിയുടെ ശക്തി തീരുമാനിക്കുന്നത് അടിസ്ഥാനങ്ങളാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഭാവിയുടെ ശക്തി തീരുമാനിക്കുന്നത്, ഭാവിയുടെ ഉറപ്പ് തീരുമാനിക്കുന്നത് അടിസ്ഥാനങ്ങളാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും സമ്മതിക്കാവുന്ന ഒരു തത്വമാണ് ഞാൻ പറഞ്ഞത്. ഒരു കെട്ടിടത്തിൻ്റെ അടിസ്ഥാനമാണ് ആ കെട്ടിടത്തിൻ്റെ ഭാവി തീരുമാനിക്കുന്നത്. എ ബിൽഡിംഗ് ഈസ് ഓൺലി ആസ് സ്ട്രോങ് ആസ് വാട്ട് ലൈസ് ബിനീത്ത് ഇറ്റ്. എന്താണോ മണ്ണിനടിയിൽ കിടക്കുന്നത് അഥവാ അടിസ്ഥാനമായി കിടക്കുന്നത്
അതാണ് ആ ബിൽഡിംഗ് എത്ര ഗുണമേന്മയുള്ളതാണെന്ന് തീരുമാനിക്കുന്നത് കാണാതെ മണ്ണിനടിയിൽ കിടക്കുന്ന, ബറി ചെയ്ത് കിടക്കുന്ന അടിസ്ഥാനമാണ്. അതുപോലെ Paul declares that Jesus Christ is the only true foundation that can carry eternal weight. പൗലോസ് ഇവിടെ എഴുതുന്നത് എന്താണ്? യേശുക്രിസ്തു എന്നാണ് ഒരു അടിസ്ഥാനം. ആ യേശുവിന് മാത്രമേ നിത്യത വരെയുള്ള സകല ഭാരവും എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും സാധ്യമല്ല. ഈ ഇട്ടിരിക്കുക എന്ന് പറയുമ്പോൾ എന്നായിട്ടത്, ആരാണിട്ടത്? ഏശയ്യാവിൻ്റെ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനം നോക്കുമ്പോൾ എ ടെസ്റ്റഡ് ആൻഡ് പ്രഷ്യസ് കോർണർസ്റ്റോൺ എന്നവിടെ കാണാം. ശോധന ചെയ്തതും വിലയേറിയതുമായ ഒരു മൂലക്കല്ലായി. മറ്റു ചില ഭാഗങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാവുന്നത് ലോകസ്ഥാപനത്തിന് മുൻപേ അവനെ ഒരു അടിസ്ഥാന കല്ലായിട്ടിരിക്കുന്നു. പണിക്കാർ ഉപേക്ഷിച്ച കല്ല് തന്നെ മൂലക്കല്ലായി ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള എത്രയോ വചനങ്ങളാണ്. പലപ്പോഴും നമുക്ക് ഈ അടിസ്ഥാനങ്ങൾക്ക് ഒത്തിരി മൂല്യം കൊടുക്കുന്നില്ല. ഈ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ എൻ്റെ ഹാർട്ടിനോട് വളരെ ചേർന്ന് നിൽക്കുന്നൊരു വാക്കാണ് അടിസ്ഥാനം. അതുകൊണ്ടാണ് ഈ ഫൗണ്ടേഷൻസ് ഓഫ് ഫെയ്ത്ത് എന്നൊരു പുസ്തകം തന്നെ നമ്മൾ പ്രസിദ്ധീകരിച്ചത്. ഫൗണ്ടേഷൻസ് ഓഫ് ഫെയ്ത്ത്. ഇത് ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്, ഹിന്ദിയിലുണ്ട്. ഈ ഹിന്ദിയിലുള്ളതൊക്കെ നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ ട്രെയിനിങ് പ്രോഗ്രാമുകളിലും സഭകളിലും പാസ്റ്റേഴ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇംഗ്ലീഷും മലയാളമൊക്കെ പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. പല രാജ്യങ്ങളിൽ ഇത് എത്തിക്കഴിഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. കാരണം ഈ അടിസ്ഥാനം മാറ്റാൻ ആർക്കും സാധ്യമല്ല. ഫൗണ്ടേഷൻസ്, എല്ലാവരും ഒന്ന് പറഞ്ഞു ഫൗണ്ടേഷൻസ്. എല്ലാവരും ഈ സമയത്ത് കമൻറ്റ് സെക്ഷനിൽ ഫൗണ്ടേഷൻസ്, അടിസ്ഥാനങ്ങൾ ധാരാളമായി ടൈപ്പ് ചെയ്യുക. എല്ലാവരും ചെയ്യുക, ഒരാൾ തന്നെ പല പ്രാവശ്യം ചെയ്യുക. ഫൗണ്ടേഷൻസ്. അപ്പോൾ പൗലോസ് പറയുന്നതനുസരിച്ച് നിത്യതയുടെ ഘനം, നിത്യതയുടെ ഭാരം, നിത്യതയിലേക്കുള്ള സകലവും താങ്ങി നിർത്തുന്ന ഒരേ ഒരു അടിസ്ഥാനക്കല്ല് യേശു കർത്താവാണ്. മത്തായി സുവിശേഷം 7-ാം അധ്യായം 24-25 വായിക്കുമ്പോൾ കർത്താവിൻ്റെ പ്രസിദ്ധമായ ബുദ്ധിയുള്ളതും ബുദ്ധിയില്ലാത്തതുമായ 2 പണിക്കാരുടെ ഉപമ അനേക പ്രാവശ്യം നമ്മളെടുത്ത് വായിച്ചിട്ടുള്ളതും ചിന്തിച്ചിട്ടുള്ളതും ഡിസ്കസ് ചെയ്തിട്ടുള്ളതുമാണ്. ആ പാറമേൽ അടിസ്ഥാനമിട്ട് ഒരാൾ പണിയുന്നു, അങ്ങനെ അടിസ്ഥാനമില്ലാതെ വേറൊരാൾ മണലിന്മേൽ പണിയുന്നു. 2 പേരുടെയും അവസ്ഥ, ആ ഫ്യൂച്ചർ ഉണ്ടായത് അടിസ്ഥാനമിട്ട ഒരാൾക്ക് മാത്രമാണ്. അയാൾക്ക് മാത്രമേ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞുള്ളൂ. അതിനെയാണ് ഫേം ഫൗണ്ടേഷൻ, അല്ലെങ്കിൽ ഷ്യൂർ ഫൗണ്ടേഷൻ, അല്ലെങ്കിൽ സോളിഡ് ഫൗണ്ടേഷൻ, അല്ലെങ്കിൽ സ്ട്രോങ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇനി സങ്കീർത്തനങ്ങൾ 18:2 വായിച്ചാൽ ദ ലോർഡ് ഈസ് മൈ റോക്ക് ആൻഡ് ഫോർട്രസ്, ദാവീദിൻ്റെ പ്രസ്താവനയാണ്. കർത്താവ് എൻ്റെ പാറയും എൻ്റെ കോട്ടയുമാകുന്നു. ഈ പാറ എന്ന് പറഞ്ഞാലും കോട്ട എന്ന് പറഞ്ഞാലും അതിൻ്റെയൊക്കെ കാണിക്കുന്ന എന്താണ്? ഒരു സ്ട്രെങ്താണ്, അതിൻ്റെ ഒരു കരുത്താണ്. അത് നമുക്ക് നൽകുന്ന ഉറച്ച അടിസ്ഥാനം, ഉറപ്പുള്ള സുരക്ഷിതത്വം, ഇതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ മെനി പീപ്പിൾ ഫോക്കസ് ഓൺ അപ്പിയറൻസ് വൈൽ ഇഗ്നോറിങ് ഫൗണ്ടേഷൻസ്. ഒത്തിരി പേർക്ക് പറ്റുന്നത് പുറത്തുള്ള അതിൻ്റെ പ്രത്യക്ഷത, പുറമേ കാണുന്ന പലതുമാണ് പല ആളുകളും നോക്കുന്നത്. എന്ന് മാത്രമല്ല, അവർ അടിസ്ഥാനങ്ങളെ ഇഗ്നോർ ചെയ്ത് കളയുന്നു. അങ്ങനെ ഒത്തിരി പേർക്ക് സംഭവിക്കുന്നത്. കഴിഞ്ഞൊരു ദിവസം ഒരു സഹോദരി എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചു, വീട് പണിയാൻ ഏൽപ്പിച്ചു. പക്ഷേ വീട് പണിത് വന്നു എന്ന് ചോദിച്ചു. വീട് പണിത് സ്ട്രക്ചറൽ ഏകദേശം ആയിക്കഴിഞ്ഞപ്പോൾ വീടൊരു സ്ഥലത്തേക്ക് ചരിഞ്ഞു. ഈ കോൺട്രാക്ടറാണെങ്കിൽ അത് നേരെയാക്കി തരാൻ സമ്മതിക്കുന്നുമില്ല. പൈസ അയാളുടെ കയ്യിലായിപ്പോയി. അപ്പോൾ എത്ര അശ്രദ്ധയാണെന്ന് ആലോചിച്ച് നോക്കണം. ശരിയായ രീതിയിൽ ഫൗണ്ടേഷൻ ഇടാതെ ആ ഒരു ലേഡി ഇപ്പോൾ ഒരു കോൺട്രാക്ടർ ചെയ്ത നെഗ്ലിജൻസ് നിമിത്തം സംഭവിച്ചത് ആ വീട് മൊത്തം ചരിയുകയാണ്. ഇനി അവിടെ ആ രീതിയിൽ കയറി താമസിക്കാൻ കഴിയുമോ? ഇനി അവിടെ ഇനി എന്ത് ചെയ്യും? ചിന്തിച്ച് നോക്കി, ഇനി എന്ത് ചെയ്യും? ഇത് ഒരു കൊച്ചു വീടിൻ്റെ കാര്യം പറയാം. പക്ഷെ ജീവിതം ഇതുപോലെ ആയിപ്പോയാലോ?
ജീവിതം തകർന്നാലോ, ജീവിതം നശിച്ചാലോ? ഇതുപോലെ തന്നെ ആത്മീയമായ അടിസ്ഥാനങ്ങളുണ്ട്. അതിനാണ് പലരും വില കൊടുക്കാത്തത്. ഈ പുറമേയുള്ള മോടി പിടിപ്പിക്കൽ മാത്രമായാൽ എന്ത് സംഭവിക്കും? മുംബൈ തുടങ്ങിയുള്ള പല ഭാഗങ്ങളിലും നോർത്ത് ഇന്ത്യയിലൊക്കെ ഇതുപോലെ വലിയ അപ്പാർട്ട്മെൻറ്റ്സ്, സാധാരണ ശരിയായ ബിൽഡിംഗ് പാരാമീറ്റേഴ്സ് ഒന്നും ഉപയോഗിക്കാതെ ചുമ്മാ അങ്ങ് കെട്ടിപ്പൊക്കി, ഇഷ്ടികയിലൊക്കെ അങ്ങ് കെട്ടിപ്പൊക്കി കിളിക്കൂട് പോലെ കുറേ കുടുംബങ്ങളെ താമസിപ്പിച്ച അവസാനം എത്രയോ വലിയ അപ്പാർട്ട്മെൻറ്റുകൾ തകർന്നു വീണു. ശരിയായ അടിസ്ഥാനമില്ല, ശരിയായ ബിൽഡിംഗ് ക്വാളിറ്റി ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡെപ്ത് ഡിറ്റർമിൻസ് ഡ്യൂറബിലിറ്റി. എത്രത്തോളം ആഴത്തിൽ പോയി അടിസ്ഥാനമിടുമോ അതനുസരിച്ച് മുകളിലേക്ക്, എത്രത്തോളം ആഴത്തിലേക്ക് പോകും അത്രത്തോളം മുകളിലേക്ക് പോകാം. ഇനി ബുർജ് ഖലീഫ തുടങ്ങി പലതിൻ്റെ ഉദാഹരണങ്ങൾ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുകളിലേക്ക് എത്രത്തോളം പണിയാൻ ആഗ്രഹിക്കുന്നോ അത്രത്തോളം താഴേക്ക് പോകണം, അടിസ്ഥാനം ഉണ്ടായിരിക്കണം. അപ്പം അതിനെല്ലാം പലപ്പോഴും ചെയ്യുന്നത് മുകളിലുള്ള സോയിലിൻ്റെ സപ്പോർട്ട് മാത്രം പോരാ. ഇത് കുഴിച്ച് ചിലപ്പോൾ പാറയിൽ ചെന്ന് പാറ ആ റോക്ക് ബോർ ചെയ്ത് അതിൻ്റെ അകത്തേക്ക് പോയിട്ടായിരിക്കും ചിലപ്പോൾ ഉറപ്പിക്കുന്നത്. അത്രത്തോളം സ്ട്രെങ്തൻ ചെയ്തെങ്കിൽ മാത്രമേ മുകളിലേക്ക് പണിയുന്ന വലിയ ടവറുകളുമൊക്കെ സ്റ്റേബിളായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ യേശു എന്നിട്ടിരിക്കുന്ന അടിസ്ഥാനത്തിൻ്റെ പ്രത്യേകത എത്രത്തോളം ഡെപ്ത് ഉണ്ടോ അത്രത്തോളം ഡെപ്ത് ഉണ്ട്. എന്തിലേക്ക്? താഴേക്ക്, അഥവാ പാസ്റ്റിലേക്ക്. എന്ന് വെച്ചാൽ കഴിഞ്ഞകാല നിത്യത മുതൽ അവൻ പ്രപഞ്ചത്തിൻ്റെയും സകലത്തിൻ്റെ അടിസ്ഥാനമാണ്. അപ്പോൾ യേശു എന്നിട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ വേറൊന്നിടാൻ ദുനിയാവിൽ ആർക്കും സാധ്യമല്ല. നമ്പർ 2, റോങ് ഫൗണ്ടേഷൻസ് ഇവൻച്വലി റിവീൽ വീക്ക്നെസ്. തെറ്റായ അടിസ്ഥാനങ്ങൾ അന്തിമമായി വെളിപ്പെടുത്തുന്നത് അതിൻ്റെ ബലഹീനതയാണ്, അതിൻ്റെ ബലക്ഷയമാണ്. കാരണം ഈ ചില ഫൗണ്ടേഷൻസിൻ്റെ പ്രത്യേകത അത് സം ഫൗണ്ടേഷൻസ് ലുക്ക് സ്ട്രോങ് ഫോർ എ സീസൺ. കുറേ നാളത്തേക്ക് അത് വളരെ ഇതായിട്ടൊക്കെ തോന്നും. അതിൻ്റെ പോപ്പുലാരിറ്റി, മണി, ഇമോഷൻസ്, ഹ്യൂമൻ അപ്രൂവൽ, ടാലൻറ്റ്, എലോൺ, ഇങ്ങനെയൊക്കെയുള്ള വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പലരുടെയും സ്റ്റോറി, പലരുടെയും ജീവിതകഥ എടുക്കുകയാണെങ്കിൽ ചിലരൊക്കെ ഇങ്ങനെ ഭയങ്കര ജനപ്രചാരം, പ്രശസ്തി, അതൊക്കെ കൊണ്ട് ഒരു കാലത്ത് തിളങ്ങി നിൽക്കുമെങ്കിലും കുറേ കഴിയുമ്പോൾ അവർ ഡിസപ്പിയർ ചെയ്യുന്നു. കാരണം അവർക്ക് ഫൗണ്ടേഷനില്ല. ഇനി പണത്തിൻ്റെ കാര്യത്തിൽ ചിലരൊക്കെ ഇങ്ങനെ ഭയങ്കര പ്രസിദ്ധരാകും. കുറേ കഴിയുമ്പോൾ പണം ചിലപ്പോൾ കയ്യിൽ നിന്ന് പറന്നു പോകും. അതോടെ അവരുടെ എല്ലാം തീർന്നു. ചിലർക്ക് ഇമോഷണലായിരിക്കും, ഹൈപ്പായിരിക്കും. അതുപോലെ മാനുഷിക അംഗീകാരം മാത്രം കൊണ്ട് നിൽക്കുന്ന ആളുകളുണ്ട്. ദൈവത്തിൻ്റെ അപ്രൂവലില്ല, മാനുഷിക അംഗീകാരം ബബിൾ പോലെ പൊട്ടിപ്പോവും. ചിലർ വെറും ടാലൻസിൽ മാത്രം, ക്യാരക്ടറില്ല, കഴിവുകളിൽ മാത്രം പിടിച്ചു നിൽക്കും. കുറേ കഴിയുമ്പോൾ അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഫ്ലോസ് എല്ലാം വെളിപ്പെടും. അതോടെ അതും തീരും. എന്നാൽ അൺസ്റ്റേബിൾ ഫൗണ്ടേഷൻസ് ഇവൻച്വലി ക്രാക്ക് അണ്ടർ പ്രഷർ. ശരിയായ അടിസ്ഥാനം ഇട്ടിട്ടില്ലെങ്കിൽ കെട്ടിടം പൊങ്ങിക്കഴിയുമ്പോൾ താഴെ ക്രാക്കുകൾ വീഴാൻ തുടങ്ങും. അടിത്തറയല്ല, ഇതിൻ്റെ അടിസ്ഥാനമല്ല, ക്രാക്കുകൾ വീണ് പൊട്ടി ബലക്ഷയമുണ്ടായി ഏത് സമയത്തും ഇതിരിക്കാം എന്ന രീതിയിലേക്ക് ആയിപ്പോകാം. അതുകൊണ്ടാണ് യേശു പറഞ്ഞ ഉപമയിൽ ഒരു വീട് നിന്നു മറ്റേ വീട് നിലംപൊത്തി. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? പ്രതികൂലങ്ങൾ വരുമ്പോൾ, സീസൺസിൻ്റെ ടെസ്റ്റുകൾ വരും. സമയം ചില ടെസ്റ്റുകൾ കൊണ്ടുവരും. നമ്മുടെ ജീവിതത്തിൽ പല പല സീസണുകളിലൂടെയല്ല നമ്മൾ പോകുന്നത്. ചില സമയത്ത് നമ്മൾ ഖുഷി വലിയ കുഴപ്പമൊന്നുമില്ലാതെ നല്ല രീതിയിൽ പോകും. പക്ഷേ ചില സമയത്ത് ചില സങ്കടകാലങ്ങൾ, കണ്ണുനീരിൻ്റെ കാലങ്ങൾ, പ്രതികൂലത്തിൻ്റെ കാലങ്ങൾ, വിമർശനത്തിൻ്റെ കാലങ്ങൾ, അതിഭയങ്കരമായി പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന കാലങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ വരാം. ആ സമയത്തൊക്കെ അവിടെയാണ് നമ്മൾ ആഴെ കുഴിച്ച് ഇടുന്ന അടിസ്ഥാനങ്ങൾക്ക് മൂല്യമുള്ളത്. 127 സങ്കീർത്തനം 1-ാമത്തെ വചനം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാം. അൺലെസ് ദ ലോർഡ് ബിൽഡ്സ് ദ ഹൗസ്. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ ചുമ്മാ പണിയും. ചുമ്മാ പണിക്കാർ വെറുതെ അധ്വാനിക്കും. അപ്പോൾ കർത്താവ് കൂടെ ചേർന്ന് പണിയണം. ഗോഡ് ഈസ് ദ ബിൽഡർ. ദൈവമാണ് പണിയുന്നവൻ. സകലവും പണിയുന്നവൻ ദൈവമത്രേ. ഭവനം പണിയുന്നവൻ ദൈവമത്രേ. ദൈവമാണ് യഥാർത്ഥ ആർക്കിടെക്റ്റ്, യഥാർത്ഥ ഡിസൈനർ, യഥാർത്ഥ ബിൽഡർ. നമ്മൾ ചേർന്ന് പണിതാൽ മാത്രം മതി.
ഇനി സഭാപ്രസംഗി 10:8 കാണുന്നത് ഹൂ എവർ ബ്രേക്സ് ത്രൂ എ വാൾ മേ ബി ബിറ്റൻ ബൈ എ സ്നേക്ക്. അതിൻ്റെ മലയാളത്തിൽ എനിക്കൊന്ന് മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കുന്നതാണ്. അതായത് ചില അതിർവരമ്പുകൾ, തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ്, നിയമങ്ങൾ, കൽപ്പനകൾ അതിനെ ലംഘിച്ചു പോയാൽ, ദൈവം വെച്ചിട്ടുള്ള അതിർവരമ്പുകൾ, ദൈവം വെച്ചിട്ടുള്ള കൽപ്പനകൾ ഇതിനെ ലംഘിച്ചു പോയാൽ അവിടെ പാമ്പ് കടി ഏൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം ടെമ്പററി സക്സസ് ചിലർക്കൊക്കെ താൽക്കാലികമായ വിജയമാണ്. ടെമ്പററി സക്സസ് കനോട്ട് റീപ്ലേസ് ഇറ്റേണൽ ഗ്രൗണ്ടിങ്. താൽക്കാലിക ജയം, അതായത് ഇറ്റേണൽ ഗ്രൗണ്ടിങ് എന്ന് പറയുമ്പോൾ നിത്യതയിലേക്കുള്ള അടിസ്ഥാനം. ഒന്ന് പറയാമോ? നിത്യതയിലേക്കുള്ള അടിസ്ഥാനം. ഇതിനെക്കുറിച്ച് തന്നെ 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിൻ്റെ എനിക്ക് തോന്നുന്നു ആ ലാസ്റ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ സഭയ്ക്കകത്ത് ധനികരായി വരുന്നവരോട് കൊടുക്കേണ്ട ഒരു ഉപദേശത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് പറയുന്നത് വരുംകാലത്തേക്കൊരടിസ്ഥാനം ഉണ്ടാകേണ്ടതിന്. ദാറ്റ് മീൻസ് ഈ ഭൂമിയിൽ ഇപ്പോൾ നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ നിത്യതയിലേക്കുള്ള ചില അടിസ്ഥാനങ്ങൾ ഇട്ടിരിക്കണം. സോ ടെമ്പററി സക്സസ്, താൽക്കാലികമായ നമ്മുടെ ജീവിതത്തിലുള്ള ജയങ്ങൾ, ഇറ്റ് കനോട്ട് റീപ്ലേസ് ഇറ്റേണൽ ഗ്രൗണ്ടിങ്. നിത്യതയിലേക്കുള്ളൊരു ഗ്രൗണ്ടിങ്, ഒരടിസ്ഥാനമിട്ടുള്ള പണിക്ക് പകരമായി താൽക്കാലിക വിജയങ്ങളെ വയ്ക്കാൻ നമുക്ക് സാധ്യമല്ല. ഇപ്പോൾ നെഞ്ചി കവിച്ച് ഞാൻ പറയുക എല്ലാവരോടും, ഇപ്പോൾ ഈ ജീവിതകാലത്ത് തന്നെ നിത്യതയിലേക്കുള്ള അടിസ്ഥാനം നാം ഇടേണ്ടതാകുന്നു. എത്ര പേർക്കറിയാം ഒരു ദിവസം ഈ ഭൂമി വിട്ട് പോകണമെന്നുള്ളത്? അറിയാമോ? ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യം മാത്രമാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് കഴിഞ്ഞാൽ, ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം കഴിഞ്ഞാൽ നേരെ കയറുന്നത് നിത്യതയിലേക്കാണ്. ആ നിത്യതയ്ക്ക് ആവശ്യമായ അടിസ്ഥാനം ഇപ്പോൾ ഇടണമെന്ന് വേദപുസ്തകം പറയുന്നു. മരിച്ച ശേഷമല്ല അടിസ്ഥാനം ഇടുന്നത്, ഈ ഭൂമിയിൽ, ഈ കാലത്ത്, ഈ ജീവിതത്തിൽ അടിസ്ഥാനം ഇട്ടിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടോ? കുറച്ച് ബൈബിൾ വായിച്ചു, അല്ലെങ്കിൽ കൂട്ടായ്മയിൽ പോയി പ്രോഗ്രാം കണ്ടുവോ, അങ്ങോട്ടും ഇങ്ങോട്ടും? നോ. വളരെ സീരിയസ് ആയിട്ട് നിത്യതയിലേക്കുള്ള അടിസ്ഥാനം ഇടേണ്ടിയിരിക്കുന്നു. പല നാടുകളിൽ പോകുമ്പോൾ റോഡ് പണി ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇവിടുത്തെ റോഡുകൾ, നമ്മുടെ ഇവിടുത്തെ റോഡുകളും പുറത്തുള്ള പല രാജ്യങ്ങളിലെ അല്ലെങ്കിൽ ചില സംസ്ഥാനങ്ങളിലെ റോഡുകളൊക്കെ നോക്കുമ്പോൾ, കേരളത്തിൽ പലപ്പോഴും മിക്കവാറും സ്ഥലങ്ങളിലുള്ള റോഡുകൾ ഒരു സീസൺ കഴിയുമ്പോൾ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് ഭയങ്കരമായി പാത്ത് ഹോൾസും ഒക്കെ ആയിട്ട് കിടക്കുന്നത് കാണാം. അതിന് കാരണം അതിൻ്റെ ശരിയായ നല്ലൊരു ഫൗണ്ടേഷണൽ ലെയർ ഇട്ടല്ല ഇത് ചെയ്യുന്നത്. പകരം പെട്ടെന്ന് പോളിഷ് ചെയ്ത് നല്ല രസമാക്കി ടാറെല്ലാം ഒഴിച്ച് കാണുമ്പോൾ സന്തോഷമാണെങ്കിലും അടുത്ത മഴയ്ക്ക് തന്നെ നല്ല ട്രക്കുകളും ഹെവി ആയിട്ടുള്ളതും അതുപോലെ മഴയൊക്കെ വരുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ പൊളിഞ്ഞ് കുഴികളായി ബ്രേക്ക് ഔട്ടി നമ്മൾ പോകേണ്ട അവസ്ഥയാണ്. എന്നാൽ ആ രീതിയിലല്ല ചെയ്യേണ്ടത്. ഇവിടുത്തെ ഗവൺമെൻറ് അതിന് ഒരുപക്ഷെ പ്രാധാന്യം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ കോൺട്രാക്ടേഴ്സ് ഒട്ടും പ്രാധാന്യം കൊടുക്കുന്നില്ല. അതിൻ്റെ മെത്തഡോളജിയും വളരെ ഡിഫറൻ്റാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്ക് ഈ റോഡ് ടാക്സും എല്ലാ അടച്ച ശേഷമാണ് ഈ കുണ്ടും കുഴിയിലൂടെ നമ്മൾ പോകുന്നത്. ഞാനൊരു ഉദാഹരണത്തിനായി ഞാനത് പറഞ്ഞതാണ്. ഇതുപോലെ തന്നെ വളരെ നല്ല, അതായത് ഒരു സ്ട്രക്ചർ റെഡിയാണോ എന്നറിയുന്നത് പ്രഷർ വരുമ്പോഴാണ്, വെയിറ്റ് വരുമ്പോഴാണ്. ആ വെയിറ്റിൽ അത് പിടിച്ചു നിൽക്കുമോ? പ്രഷർ റിവീൽസ് സ്ട്രക്ചർ. ഈ സ്ട്രക്ചർ പിടിച്ചു നിൽക്കുമോ എന്നറിയാൻ അതിലേക്ക് വിവിധ രീതിയിലുള്ള പ്രഷർ വരുമ്പോൾ, സ്ട്രെസ് വരുമ്പോൾ ആണത് ക്രാക്ക് ചെയ്യുമോ, നിൽക്കുമോ. അതിൻ്റേതായ ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റ് പാസ്സാവണം. ഒരു ബ്രിഡ്ജ് പണിതാൽ, ഒരു കെട്ടിടം പണിതാൽ, ഒരു കോൺക്രീറ്റ് സ്ലാബ് ഉണ്ടായാൽ അതിൻ്റെ ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റ് കഴിയുമ്പോഴാണ് ഇത് ഇത്ര ലോഡ് എടുക്കും എന്നുള്ളത് മനസ്സിലാകുന്നത്. സോ നമ്പർ 3, Christ must be more than a part of life. ജീവിതത്തിൻ്റെ ക്രിസ്തു എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു പാർട്ട് മാത്രം ആയാൽ പോരാ, അതിനപ്പുറത്തേക്ക് ചിലത് സംഭവിക്കണം. അതായത് Paul does not say Christ is merely decoration upon the building. പല വീടുകളിലും
യേശുവിനെ കാണുന്നത് എങ്ങനെയാണ്? അവരുടെ വീട്ടിൽ, അവരുടെ പ്രാർത്ഥനാ മുറിയിൽ എവിടെയെങ്കിലുമൊക്കെ യേശുവിൻ്റെ ഒരു ഫോട്ടോ വയ്ക്കുന്നു. ചിലപ്പോൾ അതിൻ്റെ മുമ്പിൽ വിളക്ക് കത്തിക്കുകയോ തിരി കത്തിക്കുകയോ. ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ചെയ്തുകൊണ്ടിരുന്നത് കെടാവിളക്കെന്ന് പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. കെടാവിളക്കെന്ന് പറഞ്ഞാൽ രാത്രിയും പകലും ഈ വിളക്ക് യേശുവിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കണം. എപ്പോൾ കെട്ടാൽ അത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കണം. അതന്നെ കെടാവിളക്കെന്ന് പറയും. അങ്ങനെ ഒരു രീതി ഞങ്ങളുടെയൊക്കെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു. കെടാവിളക്കെന്നതിന് പറയുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത്, ഞാൻ യേശുവിനെ ആഴത്തിൽ അറിയാത്ത ആ കാലത്ത്, യേശു എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നതിനേക്കാൾ ഒരു പിക്ചർ. യേശുവിൻ്റെ ഫോട്ടോ ആരും എടുത്തിട്ടില്ല, ഒരു പിക്ചർ. അതിൻ്റെ മുമ്പിൽ വയ്ക്കുന്ന ഒരു കെടാവിളക്ക്, ഇത്രയേ ഉള്ളൂ യേശു. എന്നാൽ പൗലോസ് പറയുന്നത് യേശുവിനെ വയ്ക്കുന്നൊരു ഫോട്ടോ അല്ല, ഒരു ഇമേജ് അല്ല, അല്ലെങ്കിൽ യേശുവിൻ്റെ രൂപം കൊത്തി വയ്ക്കുന്നതോ മോൾഡ് ചെയ്ത് വയ്ക്കുന്നതോ അല്ല. ഇതൊക്കെ ഒരു ഡെക്കറേറ്റീവ് പീസായിട്ട് മാറും എന്ന് ഓർക്കാൻ എന്നൊക്കെ പറയുമെങ്കിലും അങ്ങനെ യേശുവിനെ ഒതുക്കരുത് വീട്ടിൽ. പകരം ക്രൈസ്റ്റ് ഷുഡ് ബി ദ ഫൗണ്ടേഷൻ ഓഫ് ലൈഫ്. ഒരു വീടിന് അടിസ്ഥാനമുള്ളതുപോലെ, പലതിനും ഒരു ഫൗണ്ടേഷൻ ഉള്ളതുപോലെ, ജീവിതത്തിൻ്റെ, കുടുംബത്തിൻ്റെ, കുടുംബജീവിതത്തിൻ്റെ, ഫൈനാൻസസിൻ്റെ, നമ്മുടെ ശുശ്രൂഷയുടെ എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം യേശു ക്രിസ്തു ആയിരിക്കണം. യേശു എവിടെയെങ്കിലും കൊണ്ടുപോയി ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനുള്ളൊരു പിക്ചറല്ല, ഏതെങ്കിലും ഒരു കലണ്ടറിൽ ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് വെക്കാനുള്ളതല്ല യേശു. എവിടെയെങ്കിലും യേശുവിൻ്റെ രൂപം കൊത്തിവെക്കാനുള്ളതല്ല. ജീവിതത്തിൻ്റെ ആത്മീയ അടിസ്ഥാനമായിരിക്കണം. അവനിലാണ് നമ്മൾ ജീവിക്കുന്നത്, അവനിലാണ് എൻ്റെ ജീവിതം കെട്ടിപ്പടുക്കുന്നത്. ഈ ഉൾബോധ്യം നമുക്ക് വേണം. അത് സീരിയസ് ആയിട്ട് നമ്മൾ ചെയ്യണം. യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും ലൈസൻസ് ഇല്ല. കൊലോസ്യ ലേഖനം 1:17 നോക്കുക. ഇൻ ഹിം ഓൾ തിങ്സ് ഹോൾഡ് ടുഗെദർ. അവനിലല്ലോ സകലത്തെയും താങ്ങി നിർത്തുന്നത്. യേശു ക്രിസ്തുവിലാണ് ഈ യൂണിവേഴ്സ് മൊത്തം, ദൃശ്യവും അദൃശ്യവുമായ പ്രപഞ്ചവും പ്രപഞ്ചത്തിലുള്ള സകലവും അവനിലാണ് നിലനിൽക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തിയിൽ 4:12 വായിച്ചിട്ടുണ്ടോ? അതിൽ പറയുന്നത് സാൽവേഷൻ ഈസ് ഫൗണ്ട് ഇൻ നോ വൺ എൽസ്. രക്ഷ യേശു ക്രിസ്തുവിലല്ലാതെ മറ്റാരിലും ഇല്ല 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 ഇല്ല. ബ്രദർ അങ്ങനെ പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവർക്കും വിഷമായാലും ഇല്ലല്ലോ. സത്യം അതാണ്. മറ്റുള്ളവരെ ആരെയും വിഷമിപ്പിക്കാതിരിക്കാൻ, അയ്യോ ആരെ വേണേലും നിങ്ങൾ വിളിച്ചപേക്ഷിച്ച് എല്ലാവരിലും രക്ഷയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര, അയ്യോ ഡാമിൻ ബ്രദറിൻ്റെ ഹൃദയം ഇപ്പോൾ ഭയങ്കര വിശാലമാണ്, എല്ലാം ഉൾക്കൊള്ളുന്നുണ്ടല്ലോ എന്ന് പറയും. പക്ഷേ യേശു എന്താ പറഞ്ഞു? യേശു പറഞ്ഞത് യോഹന്നാൻ 14:6 യേശു പറയുന്നു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ചിന്തിച്ചു നോക്ക്. ഇവിടെ അപ്പോസ്തലപ്രവൃത്തിയിൽ 4:12 വളരെ ശക്തമായ ഭാഷയിൽ അപ്പസ്തോലന്മാർ വിളിച്ചു പറയുന്നു, സാൽവേഷൻ ഈസ് ഫൗണ്ട് ഇൻ നോ വൺ എൽസ് ബട്ട് ഇൻ വൺ നെയിം ആൻഡ് ദാറ്റ് നെയിം ഈസ് ജീസസ്. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, ആ സമയത്ത് ആ നാമത്തിൽ ഇനി ആ നാമത്തിൽ പ്രസംഗിക്കുകയും ചെയ്യരുത്, യേശു എന്ന നാമത്തിൽ പ്രസംഗിക്കരുത്, യേശു എന്ന നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കരുത്, ആ നാമം പറഞ്ഞുകൊണ്ട് ഇവിടെ നടക്കരുതെന്ന് പറഞ്ഞ് വിലക്കുമ്പോഴാണ് പറയുന്നത്, ഈ ക്രിസ്തുവില യേശുവിലല്ലാതെ രക്ഷ എങ്ങുമില്ല എന്നവർ വലിയ വായിൽ വിളിച്ചു പറയുകയാണ്. ഫലം എന്താണെന്നൊക്കെ കണ്ടോ? അവരൊക്കെ പിടിച്ച് ജയിലിലിട്ടു, ചിലരൊക്കെ കൊന്നു, അതൊക്കെ സംഭവിച്ചു. പക്ഷേ സത്യം അതുപോലെ വിളിച്ചു പറഞ്ഞു. എബ്രായ ലേഖനം 1:3 പറയുന്നത്, യേശുവിനെ കുറിച്ച് പറയുന്നത്, ഹീ സസ്റ്റൈനിങ് ഓൾ തിങ്സ് ബൈ ഹിസ് പവർഫുൾ വേർഡ്. തൻ്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെ അവൻ താങ്ങി നിർത്തുന്നു. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഫൗണ്ടേഷൻ. അപ്പോൾ യേശു എന്ന് പറഞ്ഞാൽ, ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് ആഡിങ് ജീസസ് ടു ആൻ ഓൾറെഡി സെൽഫ് ബിൽറ്റ് ലൈഫ്. അതായത് ഞാൻ തന്നെ പടുത്തുയർത്തിയ എൻ്റെ ജീവിതത്തിലേക്ക് യേശുവിനെ കൊണ്ടുവന്ന് കൂട്ടിച്ചേർത്ത് വയ്ക്കുന്ന പരിപാടിയല്ല ക്രിസ്തീയത.
ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബിൽഡിങ് എവറിത്തിങ് അപ്പോൺ ക്രൈസ്റ്റ്. ഇതുവരെയുള്ള എല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് ഈ അടിസ്ഥാനത്തിൻ്റെ മേൽ, എന്ന് വെച്ചാൽ ലോകസ്ഥാപനത്തിന് മുമ്പ് പിതാവായ ദൈവം ശോധന ചെയ്ത കല്ലായി, അടിസ്ഥാന കല്ലായി ഇട്ടിരിക്കുന്ന ക്രിസ്തു എന്ന ഈ ഫൗണ്ടേഷൻ സ്റ്റോൺ അല്ലെങ്കിൽ പാറമേൽ എൻ്റെ ജീവിതത്തെ പുതുതായി പണിതുയർത്തുന്നതാണ് യഥാർത്ഥ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്. നമ്പർ 4, എ ഫേം ഫൗണ്ടേഷൻ പ്രൊഡ്യൂസസ് കോൺഫിഡൻസ് ഇൻ സ്റ്റോംസ്. വളരെ ഉറപ്പുള്ളൊരു അടിസ്ഥാനം ഉണ്ടെങ്കിൽ കൊടുങ്കാറ്റിന് നടുവിൽ വലിയ ആത്മവിശ്വാസം ഉണ്ടായിരിക്കും. ശക്തിയേറിയ കൊടുങ്കാറ്റുണ്ടായാലും ആത്മവിശ്വാസം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഉറപ്പുള്ളൊരു അടിസ്ഥാനമുള്ളപ്പോൾ. കൊടുങ്കാറ്റിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റൂ? കൊടുങ്കാറ്റ് വരും, വന്നിരിക്കും. കൊടുങ്കാറ്റിനോട് ചൊല്ലിടാൻ പറ്റൂ? കൊടുങ്കാറ്റ് വരും, പക്ഷേ ഫൗണ്ടേഷൻസ് ഡിസൈഡ് സർവൈവൽ. കൊടുങ്കാറ്റ് സീസൺ അനുസരിച്ച് അടിക്കും, പക്ഷേ അടിസ്ഥാനങ്ങളാണ് തീരുമാനിക്കുന്നത് അതിൽ പിടിച്ചു നിൽക്കുമോ ഇല്ലയോ. 2 തിമോത്തിയോസ് 2:19 വായിക്കുമ്പോൾ, 2 Timothy chapter 2 verse 19, God's solid foundation stands firm. ദൈവത്തിൻ്റെ ഉറപ്പുള്ള അടിസ്ഥാനം നിലനിൽക്കുന്നു. ദൈവം ഇട്ട് ഉറപ്പുള്ള അടിസ്ഥാനം നിലനിന്നിരിക്കും. നെഹം ചാപ്റ്റർ 1 verse 7, നഹൂം പ്രവാചകൻ്റെ പുസ്തകം 1:7, The Lord is a refuge in times of trouble. കഷ്ടകാലത്ത് അവൻ ഒരു വലിയ അഭയകേന്ദ്രമാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഇപ്പം ആരെങ്കിലും കഷ്ടത്തിലൂടെ പോകുന്നുണ്ട്? നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അയ്യോ ബ്രദറെ, അത് മാത്രമേ ഉള്ളൂ, കഷ്ടമില്ലാത്തൊരു ജീവിതം എനിക്ക് ഉണ്ടായിട്ടില്ല. ശരിയാണ്, പലരുടെയും ജീവിതത്തിൽ കഷ്ടതയുണ്ട്. ചില ഭക്തന്മാർ പറഞ്ഞത്, തീപ്പൊരി പാറി ഉയരത്തിൽ പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജീവിച്ചിരിക്കുന്നു. ഈ അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. അപ്പോൾ അത് ഇത്തിരി പെസിമിസ്റ്റിക് വ്യൂ ആണ്. എങ്കിൽ പോലും കുറേ യാഥാർത്ഥ്യങ്ങൾ, മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള. കാരണം കഷ്ടങ്ങളിലൂടെ പോകുന്ന സമയത്ത് എല്ലാം കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും കഷ്ടമൊന്നും ആയിരിക്കില്ല, എങ്കിലും എല്ലാവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളിലൂടെയാണ് ജീവിതം മുന്നിലേക്ക് പോകുന്നത്. പക്ഷേ ദ ലോർഡ് ഈസ് എ റെഫ്യൂജ് ഇൻ ടൈംസ് ഓഫ് ട്രബിൾ. എന്നാൽ ഈ കഷ്ടകാലത്ത്, ഈ പ്രതികൂല കാലങ്ങളിൽ, കണ്ണുനീരിൻ്റെ കാലങ്ങളിൽ ദൈവമാണ് എൻ്റെ അഭയകേന്ദ്രം. ഞാൻ ചിലരെ നോക്കി പറയാം, ഒരുപക്ഷെ വിവാഹ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നത്തിലൂടെ നിങ്ങളിപ്പോൾ പോവുകയായിരിക്കാം. നിങ്ങൾക്കൊരു അരക്ഷിതാവസ്ഥയുണ്ട്. ഭർത്താവ് ഒരുപക്ഷെ നോക്കുന്നില്ല, അല്ലെങ്കിൽ ഭർതൃഗൃഹത്തിൽ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ആയിരുന്നു ഓരോരുത്തർ അനുഭവിക്കുന്ന വിഷമങ്ങളൊക്കെ കേട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം വിഷയങ്ങളിലൂടെയാണ് പോകുന്നത്. ചിലരുടെ ഭർത്താക്കന്മാർ ഉള്ള സ്വത്തും സകലവും അവരുടേതാക്കി മാറ്റിയ ശേഷം കരിവേപ്പില പോലെ ആ ഭാര്യ എടുത്തെറിയുന്നു, എല്ലാം കൈക്കലാക്കും. എൻ്റെ ചോദ്യം, എത്ര നാൾ ഇയാൾ ജീവിക്കും ഇതും കൊണ്ട്? ഒരു സ്ത്രീയുടെ ജീവിതം തകർത്തിട്ട് ഇയാൾ എവിടെ പോയാൽ ജീവിക്കാൻ പോകുന്നത്? ആ സ്ത്രീയുടെ കണ്ണുനീര്, അല്ലെങ്കിൽ ഒരുപക്ഷെ ആ കുഞ്ഞിൻ്റെ കണ്ണുനീര്. ഓ മൈ ഗോഡ്, പിശാച ഓരോ മനുഷ്യരുടെ അകത്ത് കൊടുക്കുന്ന വിയേഡായിട്ടുള്ള കാര്യങ്ങൾ. ജീവിത പങ്കാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷം കൊടുത്തു കൊല്ലുന്നു, എന്തെല്ലാം നമ്മളിവിടെ കാണും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത്, ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഇനി പുറമെ ഈ ഭൂമിയിൽ, ഇനി കുടുംബജീവിതത്തിലോ ഔദ്യോഗിക ജീവിതത്തിലോ ശുശ്രൂഷയിലോ സഭയിലോ ഒക്കെ എന്തും നടക്കട്ടെ, യേശു എന്ന ഉറച്ച അടിസ്ഥാനത്തിലാണ് വ്യക്തിപരമായി നിങ്ങൾ ചവിട്ടി നിൽക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങളൊരിക്കലും തകരില്ല. കാരണം ഈ അടിസ്ഥാനം ഉറപ്പുള്ളതായതുകൊണ്ട് അതിൻ്റെ മുകളിലേക്ക് പണിയപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതം ആര് വിചാരിച്ചാലും, ഞാനാ പറയുന്നത്, ലൂസിഫർ വിചാരിക്കട്ടെ, കൊടുങ്കാറ്റ് വിചാരിക്കട്ടെ, നിങ്ങൾക്കെതിരെയുള്ള ശത്രുക്കൾ വിചാരിക്കട്ടെ, എത്ര കേസ് വേണേലും ഫയൽ ചെയ്യട്ടെ, എന്ത് ചെയ്താലും ഈ ഉറച്ച അടിസ്ഥാനത്തിൻ്റെ മേലാണ് ജീവിതം പണിയുന്നതെങ്കിൽ നിങ്ങൾ തകർന്നു പോവുകയില്ല. ഇത് മറക്കരുത്. ഞാൻ വളരെ ഇമോഷണലായിട്ടും വളരെ ശക്തമായിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതം തകരുകയില്ല. കൈനീട്ടം. കർത്താവേ, ഈ ശക്തിയേറിയ വചനങ്ങൾ ഇത് കേട്ടെല്ലാവരെയും ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാട്ടെ, ഹാർട്ടിന് പ്രയാസമുള്ളവർ ആ ഭാഗത്തൊന്ന് കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ
ആ ഹാർട്ട് സൗഖ്യമാകട്ടെ, ആ ഹാർട്ട് സൗഖ്യമാകട്ടെ, ആ ഹാർട്ട് സൗഖ്യമാകട്ടെ. അതുപോലെ ആമാശയത്തിന് പ്രയാസമുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. ക്യാൻസർ രോഗം സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഫാദർ. നിങ്ങളുടെ എന്താണ് രോഗം അത് പറ, ഞാൻ കൂടെ പ്രാർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പറ യേശുവിൻ നാമത്തിൽ. ഈ സഹോദരങ്ങളോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരു അത്ഭുതം ചെയ്തതിനായി നന്ദി. ഇൻ ജീസസ് നെയിം ആമേൻ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.